പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിച്ചു. ദൈവകൃപയാൽ നമ്മളൊരു സ്വതന്ത്ര ഇന്ത്യയിൽ താമസിക്കുന്നു. കർത്താവിന് സ്തോത്രം. പക്ഷെ കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ സത്യം അറിയണം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം. യോഹന്നാൻ 8 31 മുതലുള്ള വാക്യങ്ങളിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. സ്വാതന്ത്ര്യം പോകാനുള്ള കാരണം ബ്രിട്ടീഷുകാർ വിട്ടുപോയി, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. ശത്രു വന്ന് നമ്മുടെ രാജ്യത്തെ കീഴടക്കിയപ്പോൾ, നമ്മുടെ നന്മകളെ കവർന്നപ്പോൾ, നമ്മളെ അടിമകളാക്കിയപ്പോൾ, ഒരു രാജ്യമായി നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായോ, ഭൗതിക മണ്ഡലത്തിൽ നമുക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ സംഭവിച്ചോ, കഷ്ടങ്ങളുണ്ടായോ. അതിനേക്കാൾ കഷ്ടവും ബുദ്ധിമുട്ടുമാണ് സാത്താൻ എന്ന് പറയുന്ന ശത്രു ആത്മമണ്ഡലത്തിൽ പാപത്താൽ നമ്മളെ അടിമകളാക്കുമ്പോൾ. പക്ഷെ പേടിക്കണ്ട, യഹൂദാഗോത്രത്തിൻ്റെ സിംഹം ജയം പ്രാപിച്ചവൻ അവൻ നമുക്കുണ്ട്. അവൻ്റെ രക്തത്താൽ, അവൻ്റെ ജീവന്റെ വചനത്താൽ, അവൻ്റെ അരുളപ്പാടിനാൽ, സ്പോക്കൺ വേർഡിനാൽ നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാം. നമ്മുടെ സംശയം യഹൂദന്മാർക്കുണ്ടായി. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു നാളും ആർക്കും അടിമകളായിരുന്നിട്ടില്ല, പിന്നെ ഞങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കും എന്ന് പറയുന്നത് നീ എന്താ? സത്യത്തിലൊന്ന് ഓർത്ത് നോക്കി, ഇവർ ഈജിപ്തിൽ അടിമകളായിരുന്നു, ബാബേലിൽ ഒരു അടിമകളായിരുന്നു. പക്ഷെ കർത്താവ് അതൊന്നും തൊട്ടില്ല. കർത്താവ് ഇൻസൾട്ട് ചെയ്യാമെന്നല്ല, കർത്താവ് സ്നേഹിക്കാമെന്നാണ്. പറഞ്ഞ് തോപ്പിക്കുക എന്നുള്ളതല്ല കർത്താവിൻ്റെ ലക്ഷ്യം, പറഞ്ഞ് രക്ഷിക്കുക എന്നുള്ളതാണ്. 8-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? ന്യായപ്രമാണത്താൽ കൊല്ലപ്പെടുവാൻ യോഗ്യയായ സ്ത്രീ, പാപിനിയായ സ്ത്രീ. യേശുവിനെ പരീക്ഷിക്കാൻ ശാസ്ത്രിമാരും പരീശന്മാരും അല്ലെങ്കിൽ പ്രമാണം പിടിച്ചോണ്ട് വരികയാണ്. പ്രമാണം കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുക. ന്യായപ്രമാണപ്രകാരം വധശിക്ഷയ്ക്ക് യോഗ്യയായവൾ. അവർ ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യണം? നീ തന്നെ പറ. മോശ പറഞ്ഞ് കൊല്ലണമെന്നോ? നീ എന്ത് പറയുന്നു? യേസും പറയാൻ പറ്റുകയില്ല, നോയും പറയാൻ പറ്റുകയില്ല. യേസും പറഞ്ഞില്ല, നോയും പറഞ്ഞില്ല. അതാണ് കർത്താവ്. നമ്മുടെ പ്രശ്നങ്ങളിൽ ലോണാണ്, കടവാണ്, പാവമാണ്, കുടുംബ പ്രശ്നമാണ്. നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ഒരു ശരിയും ഒരു തെറ്റുമല്ലേ ചിന്തിക്കുന്നത്. ഇത് രണ്ടും അല്ലാത്തൊരു ഉത്തരം പുത്രൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആ സഭയിൽ വരണമെന്ന് പറയുന്നത്, ദൈവവചനം കേൾക്കണമെന്ന് പറയുന്നത്, ദൈവവചനം ധ്യാനിക്കണമെന്ന് പറയുന്നത്. അത് ജീവിതത്തിൻ്റെ നിലവാരം മാറ്റും, എൻ്റെ ചിന്താഗതിയെ മാറ്റും. ആത്മഹത്യ ചെയ്യുക ആൾക്കാർ, ദിവസം നമ്മൾ ന്യൂസിൽ കേൾക്കുക. പക്ഷെ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ ഉത്തരമരുളുന്ന പുത്രനുണ്ട്. ശരിയെന്ന കൊമ്പ് കൊണ്ടും തെറ്റെന്ന കൊമ്പ് കൊണ്ടും കുത്തുമേടിക്കേണ്ട. അതിൻ്റെ നടുവിൽ ഒരുത്തൻ, അവൻ നിലത്ത് വിരലുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. അവർ നോക്കി, ആ ഭാഷ അവർക്ക് മനസ്സിലായില്ല. കാരണം പ്രത്യേകിച്ച് ഭാഷയൊന്നുമില്ല, ഫോണ്ടൊന്നുമില്ല, ലിപിയൊന്നുമില്ല. കുത്തി വരച്ച കണക്ക് ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്നു. അർത്ഥവുമില്ല, ലിപിയില്ല. പക്ഷേ നടക്കേണ്ടത് നടന്നു. നിങ്ങളിൽ പാവമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്നുള്ള വചനത്തിൽ മനസ്സാക്ഷിയുടെ ആക്ഷേപം കാരണം കല്ലെറിയാനുള്ള ബലമില്ലാതെ കല്ല് താഴെയിട്ടിട്ട് അവർ പോയി. യേശു അവളോട്, ആരും നിന്നെ വിധിച്ചില്ല, ഞാനും വിധിക്കുന്നില്ല, പോവുക, മേലിൽ പാപം ചെയ്യരുത്. സ്വാഭാവികമായിട്ട് നമുക്കൊരു ചിന്ത വരും, കർത്താവേ, നീ ഇവളെ രക്ഷിച്ച് വിട്ട് നാളെ ഇവൾ പാപം ചെയ്താലോ, ഫ്യൂച്ചറിൽ ഇവൾ ഒരു പാപം ചെയ്താൽ നാണക്കേട് കർത്താവിനല്ലേ. അതുകൊണ്ട് 31-ാം വാക്യത്തിൽ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി, സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പോൾ ഈ കള്ളം എവിടുന്ന് വന്നു അല്ലേ? അതുകൊണ്ടാണല്ലോ സത്യത്തിൻ്റെ ആവശ്യം വന്നത്. ഇരുട്ട് മാറാനാണല്ലോ വെളിച്ചം വേണ്ടത്. അത് 44 കിടക്കുന്നത്. നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, അവൻ്റെ പ്രവൃത്തികളെ ചെയ്യാൻ ഇച്ഛിക്കുന്നു. അവൻ്റെ പ്രവൃത്തി എന്തുവാ? ആദ്യം മുതൽ കൊലപാതകൻ. ഇപ്പോൾ കല്ലെറിയാൻ പിടിച്ചോണ്ട് വന്നില്ലേ? കൊല്ലാനല്ലേ ആഗ്രഹം? മനസ്സോടെ അല്ലേ കല്ല് താഴിട്ടിട്ട് പോയത്? അത് അവൻ്റെ ആഗ്രഹമാണ്, കൊലപാതകൻ്റെ ആഗ്രഹം. ആദ്യം വന്നു, കൊന്നിട്ട് പോയി. പാമ്പിന് അവൻ്റെ ക്യാരക്ടർ ഉപായി ആയതുകൊണ്ട് പാമ്പെന്ന് പേരിട്ടവനാണ് ആദമും ഹവ്വയും. അല്ലെങ്കിൽ ആദം പേരിട്ടു, ഹവ്വയോട് പറഞ്ഞു കാണും, തോട്ടത്തിൻ്റെ ഉടമകൾ, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവർ. ദൈവസ്നേഹം അറിഞ്ഞില്ല, ദൈവത്തെ വിശ്വസിച്ചില്ല, വഴിയെ പോയവൻ്റെ വാക്ക് കേട്ട് പഴം പറിച്ച് തിന്നു. എന്ത് തിന്നു, എങ്ങനെ തിന്നു എന്നുള്ളതല്ല വിഷയം, അവിശ്വാസം കാണിച്ച് തിന്നു കഴിഞ്ഞപ്പോൾ കാര്യം പിടികിട്ടി. അതുവരെ സ്നേഹിച്ച് പറഞ്ഞവൻ, തിന്നാൻ പറഞ്ഞവൻ ഇപ്പം അകത്തിരുന്ന് പറയുക, തെറ്റിപ്പോയി, എങ്ങനെ ഇരിക്കുന്നു. ഇപ്പം അകത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ, വേണ്ടായിരുന്നെന്ന്, മണ്ടത്തരം പറ്റിയെന്ന്, പാഴായിപ്പോയെന്ന്, ശൂന്യമായി പോയെന്ന്, ഇനി രക്ഷയില്ലെന്ന്, ദൈവത്തെ പേടിക്കണമെന്ന്, ദൈവം വൈകുന്നേരം വരും, പോയി ഒളിച്ചിരിക്കാമെന്ന് ഒരു ശബ്ദം അകത്തുനിന്ന് കേൾക്കുക. കൊലപാതകൻ കൊല ചെയ്തു പോയി. അപ്പം ആദ്യം പാപത്തിൻ്റെ പിതാവ് വന്ന് കൊല ചെയ്തു.
ഇപ്പം മക്കൾ എന്താ ചെയ്യുന്നു? മക്കൾ ആത്മഹത്യ ചെയ്യുകയാണ്. ഒന്നെങ്കിൽ കൊല ചെയ്യുന്നു, അല്ലെ ആത്മഹത്യ ചെയ്യുന്നു. കൊല ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വിധിക്കുക, ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെത്താനെ വിധിക്കുക. 22 കർത്താവിനോട് ഇവർ ചോദിക്കുക, ഇവൻ പക്ഷേ തന്നെത്താൻ കൊല്ലുമോ? അതാണോ ഇവനിരിക്കുന്നിടത്തേക്ക് നമുക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നത്? നിങ്ങൾ തന്നെത്താനെ കൊല്ലുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അവനിരിക്കുന്നിടത്തേക്ക് ചെല്ലാൻ പറ്റാത്തത്. അവൻ പറയുന്ന അർത്ഥം അതേ രീതിയിൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്തത് നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കുന്നത് കൊണ്ടാണ്, കൊല്ലുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു 24-ാം വാക്യത്തിൽ, ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കില്ല. എങ്ങനെയുള്ളവൻ? നിങ്ങളുടെ അകത്ത് പറയുന്നവൻ ഭൗമികൻ, വചനത്തിൽ നിന്ന് പൊരുളെറിഞ്ഞു വരുന്നവൻ, ഉയരത്തിൽ നിന്നുള്ളവൻ, എഴുതപ്പെട്ടവൻ ഭൗമികൻ, പൊരുളെറിഞ്ഞു വരുന്നവൻ, ഉയരത്തിൽ നിന്നുള്ളവൻ എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കയില്ല. ഇനിയിപ്പോൾ ഇതിനെന്താ ഒരു പരിഹാരം? എങ്ങനെയൊന്ന് രക്ഷപ്പെടുക? സിമ്പിൾ. 43. എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എൻ്റെ വചനം കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലായക കൊണ്ടത്രേ. ഒറ്റ വാക്ക്, മനസ്സില്ല. അത് തന്നെ കാര്യം. 2 മക്കൾ ഒരുത്തനോട് പറഞ്ഞു, എടാ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യേ. എനിക്ക് മനസ്സില്ല. തീർന്നല്ലോ. മറ്റവനോട് പറഞ്ഞു, ഞാൻ പോകാം. അവൻ പോയില്ല. മനസ്സില്ല എന്ന് പറഞ്ഞു, പിന്നെ അനുദപിച്ചു. മനസ്സുണ്ടായി, അവൻ പോയി. അപ്പോൾ മനസ്സില്ല എന്ന് പറഞ്ഞാൽ അവസാന വാക്കല്ല, അനുദപിക്കുക, മടങ്ങി വരാം. പിതാവിൻ്റെ വീട്ടിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നു. വാതിൽ കർത്താവാണ്. പ്രവേശിക്കാം. കേൾക്കാൻ മനസ്സ് കാണിക്കുക. അല്ലെ, ഞങ്ങൾ കേൾക്കുന്നുണ്ട്, അതല്ല. പൊരുള് തിരിഞ്ഞർത്ഥം കേൾക്കാൻ മനസ്സ് കാണിക്കുക. അത് നിന്റെ ബുദ്ധിക്ക് നിരക്കാത്തായിട്ട് തോന്നുന്നേ, അതല്ലേ ഈ വിഷയം വരുന്നത്. നീ പാരമ്പര്യമായിട്ട് കേട്ട് വരുന്നതിന് വിരോധമായിട്ട് നിനക്ക് തോന്നും. അല്ലെ പിന്നെ യേശു കർത്താവിനെ അവർ ക്രൂശിക്കുമായിരുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ ലേഖനങ്ങളിൽ പറയുന്നു, അവരറിഞ്ഞിരുന്നെങ്കിൽ തേജസ്സുള്ള കർത്താവിനെ അവർ ക്രൂശിക്കയില്ലായിരുന്നു. നമ്മൾ ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കാരണം എന്താ? അറിയാത്തതുകൊണ്ടല്ലേ, മനസ്സില്ലാത്തതുകൊണ്ടല്ലേ. നിങ്ങൾ കീഴടങ്ങണം, ലജ്ജിക്കേണ്ട. സൃഷ്ടാവിൻ്റെ മുമ്പിലാണ്. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കീഴടങ്ങണ്ട. കാരണം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വചനമല്ലേ. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങുന്ന ഒരു പദവിയല്ലേ, അവൻ്റെ ദാസനായിരിക്കുന്ന ഒരു പദവിയല്ലേ. അവൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉടമസ്ഥനെന്നല്ലേ, ഭൂമിയിൽ വാഴുന്നവനെന്നല്ലേ. അപ്പോൾ അതൊരു പദവിയല്ലേ. താഴ്മ കാണിക്കുക. നിന്റെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ താഴുക, കീഴടങ്ങുക. അങ്ങനെയാണെങ്കിൽ 51-ാം വാക്യം, നിങ്ങൾ ഒരു നാളും മരണം കാണുകയില്ല. സ്പോക്കൺ വേർഡ് നിങ്ങളെ നയിക്കും. അരുളപ്പാട് നിങ്ങളെ നയിക്കും. അകത്തുനിന്ന് ഉയർന്നു വരുന്ന ആ പൈശാചിക ശബ്ദത്തെ, പ്രാകൃത ശബ്ദത്തെ, ഭൗമിക ശബ്ദത്തെ ഈ സ്പോക്കൺ വേർഡ് വെട്ടും. അങ്ങനെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി തരും വചനം. അപ്പോഴാണ് യഥാർത്ഥ വചനം വെളിപ്പെടുന്നത്. ജീവനും ചൈതന്യവുമുള്ളത്, പ്രാണനെ ആത്മാവിനെ തമ്മിൽ വേർപെടുവിക്കുന്നത്, സന്ധി മജ്ജകളെ തുളച്ചിടുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന്, മനസ്സിന്, ആത്മാവിനുള്ള പോഷണമായിട്ട് അപ്പോൾ വചനം മാറാൻ തുടങ്ങും. നിങ്ങളുടെ യൗവനം കഴുകനെ പോലെ ഒതുങ്ങി വരും. നിങ്ങളുടെ ആത്മീയ, ഭൗതിക, മാനസിക വിഷയങ്ങളിൽ വചനം കർത്താവാകും. ഇത് കേട്ടാൽ മതി. അനുഭവിക്കണ്ടേ? അനുഭവിക്കാം. അതാണ് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും. പൊരുള് തിരിഞ്ഞാൽ പിന്നെ ആ വെളിച്ചത്തിൽ സാധാരണ നിൽക്കാൻ പറ്റില്ല. ആ ബോധം നിങ്ങളെ, അല്പബുദ്ധിയാണെങ്കിൽ നിങ്ങളെ ജ്ഞാനിയാക്കും. ആ കരുത്ത് നിങ്ങളുടെ ഫിസിക്കൽ സ്ട്രെങ്ത് കൂട്ടും. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ, ഈ ഭൗമിക ജീവിതം നയിക്കാൻ ആരോഗ്യം വേണ്ടേ? ആരോഗ്യം തരും. അസ്ഥികൾക്ക് ബലം, തണുപ്പ്, ടെൻഷനൊക്കെ മാറും. സങ്കീർത്തനം 23 പറഞ്ഞ, അവൻ നിന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ടെൻഷൻ എല്ലാം മാറ്റിക്കളയും. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ അങ്ങ് അന്ധമായി വിശ്വസിക്കാം. അരുളപ്പാടിനെ വിശ്വസിക്കാം. വചനത്തിൻ്റെ പൊരുള് തിരിഞ്ഞു വരുന്ന ആ അർത്ഥത്തെ, റേമയെ, സ്പോക്കൺ വേർഡിനെ നമുക്കനുസരിക്കാം. സമരിയക്കാരോട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും. അകത്തൊരു മാറ്റം നടക്കുക. പിന്നെ ജീവന്റെ വചനങ്ങളാണ് പുറപ്പെടുന്നത്. അപ്പം അതുവരെ നമ്മളെ കൊന്നുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരുന്ന വിഷയങ്ങളിൽ ഈ ജീവന്റെ ഉറവ വന്നിട്ട്, ജീവന്റെ ഉറവ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എനർജി വരികയാണ്. കർത്താവിൻ്റെ ശബ്ദം മുഴങ്ങുക. അത് അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നതാണ്, വനങ്ങളെ തോലിരിക്കുന്നത്, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നത്, മരുഭൂമിയെ നടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആ ചൈതന്യം നമുക്ക് അനുഭവിക്കാം. ഹല്ലേലൂയ. ദൈവം കൃപ നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ, എല്ലാവരെയും വർദ്ധിപ്പിക്കട്ടെ. ആമേൻ.